ഇസ്രായേൽ സിറിയ സുരക്ഷാ ചർച്ചകൾ പുരോഗമിക്കുന്നു. സമാധാന കരാർ വരെ എത്താനുള്ള സാധ്യതകളുണ്ടെങ്കിലും ചർച്ചകൾക്ക് മുമ്പിൽ ഏറെ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ സിറിയയ്ക്കെതിരെ കൈക്കൊണ്ടിരുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി ഇസ്രായേൽ സിറിയ സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സആർ പറയുന്നത് ഇപ്രകാരമാണ്. അബ്രാഹം ഉടമ്പടി കൂടുതൽ വിപുലീകരിക്കുവാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. സിറിയയും ലബനോനും അബ്രാഹം ഉടമ്പടിയിൽ എത്തുവാൻ ഇസ്രായേൽ താൽപര്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വടക്കൻ ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലെ ഗോലാൻ കുന്നുകൾ എപ്പോഴും ഇസ്രായേലിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ 40 വർഷത്തിലേറെയായി ഗോലാൻ മലനിരകളിൽ തങ്ങളുടെ നയം നടപ്പിലാക്കി വരികയാണെന്നും സിറിയയുമായി ഒരു സമാധാന കരാറിലെത്തിയാലും ഇസ്രായേൽ നിലപാട് അതുതന്നെയായിരിക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സആർ പറയുന്നു. ഒരു സമാധാന കരാറിലേക്കുള്ള ദൂരം അകലെയല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സിറിയയുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അസാദ് ഭരണകൂടത്തിന്റെ തകർച്ചയും കാരണം പുതിയ ഭരണ നേതൃത്വങ്ങൾക്ക് ഇസ്രായേലിനോട് ആശയവിനിമയത്തിനും സുരക്ഷാ സഹകരണത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. പ്രാഥമിക നിഗമനമനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തുകയാണെങ്കിൽ അത് പ്രധാനമായും ബഫർ സോണുകളെ സംബന്ധിച്ചുള്ളതായിരിക്കും. അതേസമയം ഇസ്രായേൽ സിറിയ സമാധാന ചർച്ചകൾക്ക് പ്രോത്സാഹനവുമായി സിറിയയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധവും നീക്കം ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഇതിലൂടെ സിറിയയ്ക്കെതിരായുള്ള ഏറ്റവും വലിയ അമേരിക്കൻ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യപ്പെടും. അതേസമയം ഇസ്രായേൽ സിറിയ ബന്ധത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുവാൻ സാധ്യതയുള്ള ഈ ചർച്ചകൾ ഇപ്പോൾ ഒരു സുരക്ഷാ സഹകരണമെന്ന നിലയിലാണ് തുടങ്ങുക. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.